ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് RSS നേതാവ് TG മോഹൻദാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് വളരെ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം. ഞാനായിരുന്നുവെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ ഇതിൽ തന്നെ രണ്ട് തട്ടിലാണ് RSS എന്നും പറയപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നതിന് വേണ്ടി? അദ്ദേഹത്തിന്റെ ചാനലിലാണ് എന്ന് തോന്നുന്നു. അല്ല, പ്രസ്താവന പറഞ്ഞേക്കണത് ചുമ്മാ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, വേറെ ആരും പറയാത്തത് പറയുക എന്നുള്ള ലെവലിലാണ് ഈ TG മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ത് ചെയ്തേക്കണം, അത് പറഞ്ഞേക്കണം. അല്ല സോറി, കരംചന്ദ് ഗാന്ധി എന്നുള്ള വിട്ടേക്ക്, പുള്ളി എന്ത് ചെയ്തേക്കണം ഇത് പറഞ്ഞേക്കണം. അല്ലാതെ പുള്ളി വെറുതെ എഴുതൂല. പുള്ളി പത്രിക എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് പുള്ളി ഇരുന്ന് വളവള അടിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിന് വലിയ മെറിറ്റ് ഒന്നുമില്ല പുള്ളി, പക്ഷെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പറയണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇത് ശരിയാണെന്ന് പെട്ടെന്ന് തോന്നിപ്പിക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പറയണ കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കും. അതിനുള്ള തന്ത്രം പുള്ളിക്കുണ്ട്. ആ തന്ത്രത്തിൽ പുള്ളി വിറച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ പറഞ്ഞേക്കണ പുള്ളിയുടെ വാചകങ്ങൾ ഇത്തിരി കൂടുതലാണ്. പുള്ളി പറഞ്ഞ പുള്ളി ആയിരുന്നു, അതായത് പ്രധാനമന്ത്രി പുള്ളി ആയിരുന്നെങ്കിൽ പുള്ളി കർഫ്യൂ പ്രഖ്യാപിക്കും, വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കും എന്നാണ് പറഞ്ഞത്. 3 തവണ വാർണിംഗ് കൊടുക്കും. അത് തന്നെ. പിന്നെ പുള്ളി ശവങ്ങള് പുള്ളി ഒറ്റക്ക് പെറുക്കോ ഇനി മറ്റേ സേന വെച്ച് പെറുപ്പിക്കുമോ നമുക്കറിയാൻ പാടില്ല. പുള്ളി പെറുക്കിയെടുത്തിട്ട് ആശുപത്രിയിൽ എത്തിക്കുമെന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ശവങ്ങളായി കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടായില്ലെങ്കിൽ ഒരു പോലല്ലേ, ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ്. അപ്പൊ ഇതൊക്കെ വെറും ശുദ്ധ വിവരക്കേടുകളാണ് പുള്ളി പറയുന്നത്. പിന്നെ അതിനകത്ത് നിന്ന് പുള്ളി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. പുള്ളി പറയണത് അതിന്റെ ഏറ്റവും ഒടുവിൽ പറയുന്നതെന്ന് വെച്ചാൽ 22ാമത്തെ നിലയിൽ നിന്ന് നമ്മൾ 2ാമത്തെ നിലയിൽ നോക്കുമ്പോഴുള്ള കാഴ്ച ആയിരിക്കില്ല 22ാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ 22ാമത്തെ നിലയിൽ നോക്കുമ്പോഴുള്ള കാഴ്ച ആയിരിക്കില്ല 42ാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോ എന്നുള്ള. പുള്ളിക്ക് പ്രായമായതുകൊണ്ട് പുള്ളി ഇപ്പൊ 42ാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോ ആരെങ്കിലും ഉന്തിയിടണമെന്നൊന്നും നമ്മൾ പറയില്ല, അത് മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പുള്ളി ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ ഈ പ്രായത്തിൽ എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ, ഇത്ര പ്രായമായില്ലേ, കുറച്ചെങ്കിലും വിദ്യാഭ്യാസ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനല്ലേ. പുള്ളി പറയണേണ് എന്ത് ചെയ്യുന്നത്. പിന്നെ പുള്ളി പ്രധാനമന്ത്രി ആകാത്തത് കൊണ്ടാണല്ലോ, പുള്ളി ഇതുപോലെയുള്ള വിവരക്കേടൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് പുള്ളിനേക്കാൾ ബെറ്റർ ആയിട്ട് അവിടെ നരേന്ദ്രമോദി ഇരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ മതി. RSSന് പോലും ബുദ്ധിയും ബോധമുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ പുള്ളിനെ എന്തെങ്കിലും ആക്കിയിരുന്നെങ്കിൽ, ഈ പുള്ളിനെ അമിത്ഷായുടെ പോസ്റ്റിലോ ധർമ്മേന്ദ്ര പ്രധാന്റെ പോസ്റ്റിലോ ആക്കിയെങ്കിൽ പുള്ളി എന്ത് ചെയ്താരെ. പിന്നെ ഇതൊക്കെ വെറും നാവിട്ടടിയാണ്, വ്യത്യസ്തനാകാൻ വേണ്ടിയുള്ള ശ്രമമാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട് ചില ഇൻപുട്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് മറ്റേ ഇൻപുട്ട് മറ്റേ പല ഏജൻസികളുടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ മറ്റേ നമുക്ക് രാജ്യം നിലനിൽക്കാനും ഇപ്പൊ ഇത് നിലനിൽക്കാനും വേറൊരു പോസ്റ്റ് ആയിരിക്കാം. പിന്നെ ഇതിൽ കുറെ ആളുകൾ മറ്റേ ദേശവിരുദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളമൊക്കെ പറയുന്നുണ്ട്. ഈ പച്ചക്കള്ളമൊന്നും പറയാൻ പുള്ളിക്ക് പണ്ടേ മടിയില്ല. മറ്റേ നമ്മുടെ സ്വരാജ് പുള്ളിയായിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റേ പുള്ളി പറയുന്നത് CPM നേതാവായിട്ടുള്ള ആളാണ്, ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞേക്കണം. അതാണെന്ന് പുള്ളിയൊക്കെ ഇതുപോലെയുള്ള പല നുണകളും അടിച്ചു വിട്ടിട്ടുണ്ട്. പുള്ളിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ. പുള്ളി അവിടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വായിച്ചെടുത്ത സംഭവം കൊണ്ടാണ് അത് ദാമോദരനാണ് എന്ന് പറഞ്ഞ് പുള്ളി പറയുന്നത്. അപ്പൊ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അത് C കേശവനായിരുന്നു. അത് മറ്റേ കോൺഗ്രസിന്റെ നേതാവാണ് അത്തരത്തിൽ പറഞ്ഞേക്കുന്നത്. ഒന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല. പുള്ളി ഇതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ അടിച്ചുവിടുന്നുണ്ട്. പിന്നെ അവരെയൊക്കെ കേൾക്കാൻ കുറച്ച് ഇതുപോലെ ബോധമില്ലാത്ത വെളിവില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോഴും പുള്ളിക്കൊന്നും പുള്ളിയുടെ ആ ഇത് മുഴുവനായിട്ട് ഞാൻ കേട്ടു. ഇപ്പോഴും അതിൽ മരിച്ച 20-22 പിള്ളേരെ കുറിച്ച് പുള്ളി മിണ്ടുന്നില്ല. പുള്ളി പിന്നെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞതാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. അപ്പൊ നേരത്തെ പുള്ളി പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവർ പറയണത്. അപ്പൊ പിന്നെ ഇവരെ വെടിവെച്ചു കൊല്ലിയും പിന്നെ പുള്ളിയെങ്കിൽ പിന്നെ പുള്ളിനെ ആദ്യം വെടിവെച്ചു കൊല്ലട്ടെ. എന്താ പുള്ളിയൊക്കെ പറയണത്. പിന്നെ ഇതുപോലെയുള്ള കുറെ ആളുകളുണ്ട് വെറുതെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വന്നിട്ട് മറ്റേ കേരളീയ സമൂഹത്തിൽ എന്തോ ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ഒരു മറ്റേ ലോഹം എടുത്തങ്ങടെ അണിഞ്ഞ് നമ്മളിൽ കുറെ ആളുകൾ ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് ഈ പുള്ളി തന്നെ ഇരുന്ന് പറയണ ദാമോദര കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇത് പറഞ്ഞേക്കണെന്ന് പറയുമ്പോൾ ആധികാരികമായി അങ്ങോട്ട് തട്ടിവിടണേ. അന്നേരം വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്.
പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എപ്പോഴും അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് പറയുന്നതെങ്കിൽ, അതായത് ഇപ്പൊ BJPക്ക് ഉള്ളിലുള്ളവരോ RSSലുള്ളവരോ അല്ലെ CPMലുള്ള അതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിന് ആ ഒരു ആശയത്തിൽ ഊന്നിയിട്ടല്ലാത്ത രീതിയിൽ സമയം നോക്കി പ്രതികരിക്കാതിരിക്കുമ്പോൾ പെട്ടുപോകുന്നത് ആ ഒരു പ്രസ്ഥാനമാണല്ലോ. അപ്പോ ഒരു ഇത്രയും മുതിർന്ന ഒരാളാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളത് ചെയ്യേണ്ടതല്ലേ? എന്തോന്ന് ഉത്തരവാദിത്തം ഈ പുള്ളിക്ക് ഏതെങ്കിലും മറ്റേ ഒന്നാമത്തെ RSS എന്ന് പറഞ്ഞ സംഘടനക്ക് മെമ്പർഷിപ്പ് ഇല്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പദവികൾ ഇപ്പൊ പുള്ളി വഹിക്കുന്നില്ല. പുള്ളി ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് ചുമ്മാ വായിട്ട് അങ്ങനെ അടിച്ച് പുള്ളി പറയുകയാണ്. അതിന് ആരോട് ഉത്തരവാദിത്തം? ഇനി പുള്ളിക്ക് RSSൽ തന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതിലും രണ്ട് തട്ടായിട്ട് ഇപ്പൊ ആ അഭിപ്രായങ്ങൾ അത് വന്നു തന്നെ തുടങ്ങി. പറയണം. RSSൽ തന്നെ പുള്ളിക്ക് എന്താണ് പുള്ളിയെടുത്ത് ആകെ ചെന്ന് ഞാൻ കണ്ടേക്കണത് സുരേഷ് ഗോപി എന്ന അനുഗ്രഹം മേടിച്ചു. സുരേഷ് ഗോപിയെ പോലെ ആക്കിയെന്ന് പുള്ളിയെടുത്തുന്ന അനുഗ്രഹം ഉം. മേടിക്കാം. കാരണം സുരേഷ് ഗോപിയെക്കാളും കുറച്ചും കൂടി അറിവുള്ള ഒരാളാണ്. കാരണം അത്രയും മണ്ടത്തരം പറയുന്നില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഊഹിക്കാം. സുരേഷ് ഗോപി പറയുന്ന അത്ര മണ്ടത്തരം പറയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ ആടിനെ പട്ടിയാക്കുന്ന ആളുകൾക്കൊക്കെ നല്ല സ്വീകാര്യതയാണ്. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം കൂടി താങ്കളോട് പറയാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാൻ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ നമ്മുടെ മറുനാടൻ ഷാജൻ തന്നെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ പുള്ളി കാണൂല കേട്ടാ. ഏത് ഈ വീഡിയോ പുള്ളി കാണില്ല. കാണൂല. ഇതുപോലെയുള്ള വിവരക്കിടക്കം TG നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എംബാപ്പയെ കുറിച്ചൊക്കെ ഇതുപോലെ തന്നെ ഞാനിപ്പോ അതോട് പറയുന്നില്ല. എംബാപ്പയെ കുറിച്ച് കിറുമ്പൻ എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. പുള്ളി പിന്നെ വെളുത്ത് മറ്റേ സുന്ദരനായിട്ടിരിക്കുന്ന ആളാണല്ലോ, ആപ്പിൾ പോലെ ഇരിക്കുന്ന ആളാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. അതുപോലെയുള്ള വിവരക്കിടക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഇനി ഈ ഷാജനൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളിൽ ഒന്നെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഒരു പയ്യന്റെ വീഡിയോ വെക്കാൻ പ്രചിതം കണ്ടിട്ടുണ്ടാവും. മനോരമ ന്യൂസുകൾ എടുത്തു കൊടുത്ത വീഡിയോ ആണത്. മനോരമ കാണിച്ച തന്നെ മഹാപോക്രിത്തരാണ്. കാരണം മനോരമ വാർത്തയായിട്ട് ഒരു പയ്യന്റെ ബൈറ്റ് എടുത്ത് അങ്ങ് കൊടുത്തു. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഖുറാനിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഇത് ലോക അവസാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാന്റെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റ് അങ്ങനെ തന്നെ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ നേരെ മനോരമ എടുത്തു കൊടുത്തു. ഇപ്പൊ മനോരമ ഏറ്റവും ഒടുവിൽ അത് ഡിലീറ്റ് ചെയ്തു. എന്താ സംഭവം താങ്കൾക്ക് അറിയോ? എന്നിട്ട് ആ വീഡിയോ എടുത്തു വെച്ച് ദൈവമേ ഈ സമരക്കാർ മുഴുവൻ ഇങ്ങനെയാണ്, ഇതാ അവരെ ഇസ്ലാമിസ്റ്റുകൾ പിടികൂടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വാർത്തയും. എന്താ സംഭവം എന്ന് പറഞ്ഞറിയോ? ആ പയ്യൻ വയനാടുള്ള പയ്യനാണ്. ശരിയാണ്, ഒരു മുസ്ലിം നാമധാരിയാണ്. കോഴിക്കോട് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരുന്ന പയ്യനാണ്. ആ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അവൻ ജോലി തേടി വിദേശത്തേക്ക് പോയ പയ്യനാണ്. ആ വിദേശത്തേക്ക് പോയി വന്നതിന് ശേഷം വയനാട്ടിൽ നിന്ന് വീണ്ടും കോഴിക്കോടേക്ക് പോയതാണ്. കോഴിക്കോട് നിന്ന് പിന്നെ എങ്ങനെയോ ഡൽഹിയിലേക്ക് എത്തിപ്പെട്ടതാണ്. ആ എത്തിപ്പെട്ടിട്ടുള്ള വീണ്ടും മാനസിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ ബൈറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് മനോരമ കൊടുക്കുകയാണ് ചെയ്തേക്കണത്. എന്നിട്ട് ഇത് ഈ മറ്റേ ഇവരുടെ സമരക്കാരുടെയൊക്കെ അഭിപ്രായമായിട്ട് അങ്ങോട്ട് എന്തൊരു മര്യാദകേടാണ്. ഇതൊക്കെ ഇത് TGയുടെ ഒക്കെ വർത്താനം നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം. കാരണം എന്ന് വെച്ചാൽ പുള്ളി മറ്റേ അറിയാതെ പറയുന്നതല്ല, അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തതാണ്. പക്ഷെ മറ്റത് അതുപോലെയാണ്. എന്നിട്ട് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ OK അനസ് എന്ന് പറയുന്ന ഒരുത്തൻ, ഈ ഇതുപോലെ തന്നെ മലബാർ മേഖലയിൽ കണ്ടുള്ള ഒരുത്തൻ, അവൻ്റെ ഒക്കെ വർത്താനം കേട്ടറിയാം ഒരു വിവരമില്ലാത്തവരാണ്. അവൻ ടർഫിലാറ്റെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട് ബാക്കൊക്കെ തകർന്ന് എന്നിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പൊ സ്പോഞ്ചിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അവൻ പറയുന്നത് നേപ്പാളിൽ അവൻ പോയി കല്ലെറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഭരണം മാറാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്നറിയോ, ഇത് നമ്മുടെ ഇവിടെയും വീഴുകൂടാ, നമുക്ക് പാർലമെന്റ് ആക്രമിക്കുക, അവരെ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറെ വിവരക്കേടുകൾ പറയുന്നുണ്ട്. ഇത് വാർത്തയാക്കുകയാണ്. ഇവിടെ 93 കുട്ടികൾ മരണപ്പെട്ട, 22 പേര് ഈ അടുത്തിടെ മരണപ്പെട്ട, ആ മരണപ്പെട്ട കുട്ടികളുടെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സമരം നടക്കുമ്പോൾ 1,00,000 പേര് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിവരം കെട്ട ഒരാൾ ഇതുപോലെയൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഞാൻ പറയണത്, ഇത് ഷാജന്റെ കേസിൽ ഞാൻ പറഞ്ഞത് ഷാജൻ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്, നമ്മുടെ സുഹൃത്തായതുകൊണ്ടാണ്, നമുക്ക് സങ്കടം തോന്നിയുകൊണ്ടാണ്. രണ്ടാമത്തത് നിങ്ങൾ അറിയേണ്ടത് അതല്ലാതെയുള്ള നിരവധി ചാനലുകൾ ഇത് വെച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. ഇതേ OK നവാസിബൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഇതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം. ആര്? അഭിജിത് ദീപ്കെ പറഞ്ഞോ? അവിടെ SFIക്കാർ പറഞ്ഞോ? ഐസ പറഞ്ഞോ? ഒരു സമരത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്ത്
ചൂണ്ടിക്കാണിക്കണം. എന്നാൽ ഇത് എടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്, അത് ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം, ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പൊന്നു TG അങ്ങേയറ്റത്തെ വിവരക്കേടായിപ്പോയി. പിന്നെ അതുകൊണ്ടൊക്കെയാണ് താങ്കളെ പ്രധാനമന്ത്രിയാക്കാത്തത്, ഒരു തേങ്ങയും ആക്കാതെ എന്ത് ചെയ്യാത്തത്, ഇവിടെ ഏതെങ്കിലും ചാനലിൽ ഇരുന്ന് ബള അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. മനസ്സിലായ? പിന്നെ ഇതൊക്കെ തന്നെ തിരിച്ചു വേണമെങ്കിൽ പറയാം. നമ്മൾ അങ്ങനെയൊന്നും പറയണില്ല, പുള്ളിയുടെ പ്രായത്തെയൊക്കെ മാനിച്ചുകൊണ്ട് പറയുന്നില്ല. പക്ഷേ പുള്ളി തിരിച്ച് അർഹത ഇതുപോലെ പറയാനല്ല, നേരെ തിരിച്ച് എന്ത് ചെയ്യാനാണ്, ഇതുപോലെ പറയുന്നവനെയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന് വേണമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം, പറയാം. അത് നമ്മൾ അവരും തമ്മിൽ വ്യത്യാസം ഇല്ലാതാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വിവരക്കിടക്ക് എന്ത് ചെയ്യരുത്, അവരിൽ മറ്റേ ദേശവിരുദ്ധ ശക്തികളുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് നടപടി എടുക്കട്ടെ. നമ്മൾ പറഞ്ഞ അവിടെ വന്ന 10,000 പേരിൽ 50,000 പേരിൽ 60,000 പേരിൽ 5 പേർക്ക് ദേശവിരുദ്ധമാണെങ്കിൽ അവര് നടപടി എടുക്കട്ടെ, വേണ്ടെന്ന് പറയെങ്കിൽ പറഞ്ഞ. അതൊക്കെ ഈ നാട്ടിൽ സമരമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദക്കാർ അതിൻ്റെ ഒപ്പം നിന്നിരുന്നു. ഹിന്ദു ഐക്യവേദക്കാരുടെ ഉദ്ദേശം കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണമെന്നുള്ളതല്ല, പകരം എങ്ങനെ ഈ ക്രിസ്ത്യൻ മത മാനേജ്മെന്റിനെയൊക്കെ എന്ത് ചെയ്യാന്നുള്ളതാണ്, ഒന്ന് താറടിക്കാമെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്ന് അവിടെ വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അങ്ങനെ പലതും വരും. എന്നും പറഞ്ഞ് അവിടെ സമരത്തിന് വന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്നോ, ആ സമരം ചെയ്ത കന്യാസ്ത്രീകളുടെ ആവശ്യങ്ങൾ തെറ്റായിരുന്നോ, ഫ്രാങ്കോ മുളക്കൽ ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ പ്രജിത അറിയേണ്ടത്, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് അനുസരിച്ചാണ്. ഇപ്പൊ അവരൊക്കെ ഒന്നും നിലനിൽപ്പില്ല. ടൈംസ് ഓഫ് ഇന്ത്യ പോലും ഇട്ടേക്കണത് മറ്റേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയ മാർച്ച് അതിഗംഭീരമായി തടഞ്ഞു എന്നാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് ഒരാവശ്യമില്ലാതെ മാർച്ച് ചെയ്ത് തടയേണ്ടതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. 118 പോലീസുകാർക്കും 36 ഇവർക്കും പരിക്കേറ്റു എന്നുള്ളതാണ്. ഇതെങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഈ നാട് വലിയ ഡേഞ്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമരം ഈ നാടിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ് നടത്തിയേക്കണം. കാരണം ഇതുപോലെ ഇരുന്ന് പച്ച വർഗീയതയൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആളുകൾ പല ടെലിവിഷൻ ചാനലുകൾ, പ്രത്യേകിച്ച് ഹിന്ദി ചാനലുകളും നാഷണൽ മീഡിയകളും ഒക്കെ ഇതുപോലെ തീ തുപ്പിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ പോർഷനാണ് മറ്റേ വിറച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട TGയും പറഞ്ഞേക്കണം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ എങ്കിലും പറഞ്ഞു കൊടുക്കണം. പുറത്തുപോയി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറ, കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെയുള്ള വിവരക്കേട് എന്ത് ചെയ്യണം.